നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ്. ഇത് മോസ്റ്റ് പ്രോബബ്ലി ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവർക്ക്, സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആയിട്ട് കൂടി കണക്കാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ പോലെ ഒരു റിലേഷൻ അല്ല, ഒരു ലെസ് ഇൻറ്റിമസി ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ റെസനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. സോ റീയൂണിയൻ പോസിബിൾ ഓർ നോട്ട്, നിങ്ങൾ തമ്മിൽ ഇനിയൊരു കൂടിച്ചേരൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ എന്നത്തെ പോലെ രണ്ട് പൈൽ വെച്ചിട്ടുണ്ട്. പൈൽ നമ്പർ 1 ഈ ഒരു യെല്ലോ കളർ ക്യാൻഡിൽ ആൻഡ് പൈൽ നമ്പർ 2 ഇസ് ദിസ് ബ്ലൂ കളർ ക്യാൻഡിൽ. ഇതിൽ നിങ്ങൾക്ക് അട്രാക്റ്റീവായി തോന്നുന്ന ഒരു ക്യാൻഡിൽ ഇൻറ്റ്യൂട്ടീവായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങളെ കോൾ ചെയ്യുന്ന ഒരു ക്യാൻഡിൽ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. സ്റ്റിൽ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എടുത്തേക്കുക, അല്ലാത്തൊക്കെ വിട്ടുകളയുക. റീഡിങ്സ് ഒന്നും തന്നെ അഡിക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒബ്സസ്ഡ് ആയിട്ടോ ഒന്നും വെക്കരുത്. ഇതിൻ്റെ പുറത്തൊരു ഡിസിഷൻ ഒന്നും തന്നെ എടുക്കരുത് കേട്ടോ. ഇതെല്ലാം ജസ്റ്റ് ഒരു റിലാക്സേഷൻ, ഒരു ഹോപ്പിന് വേണ്ടി കണ്ടുവിട്ടേക്കാം. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് ഈ ഒരു പൈൽ നമ്പർ 1 ഈ യെല്ലോ കളർ ക്യാൻഡിൽ ചൂസ് ചെയ്തവരുടെ റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 1 ഈ ഒരു യെല്ലോ കളർ ക്യാൻഡിൽ ചൂസ് ചെയ്തവർക്ക് റിയൂണിയൻ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ തിങ്ക് അബൌട്ട് യുവർ സിറ്റുവേഷൻ, നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ സിറ്റുവേഷനും ഒക്കെ ചിന്തിക്കാം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. തിങ്ക് അബൌട്ട് യുവർ സിറ്റുവേഷൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡ്സ് വരാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് റീഡിങ് കാണാം കേട്ടോ. ഓക്കെ, Knight of Wands, pile number 1 നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ പോസിബിൾ ആണോ അല്ലയോ. 3 of Cups, ഒരു റിയൂണിയൻ പോസിബിൾ ആണോ അല്ലയോ. പൈൽ നമ്പർ 1 Ace of Pentacles, pile number 1 think about your situation, think about your person. Temperance, pile number 1 reunion possible or not in your life. 10 of Wands, think about your situation, think about your person. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡ്സ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഈ ഒരു സമയത്ത് കേൾക്കുക എന്നുള്ളത് ഒരു നിമിത്തമാണ്. ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇത് കേൾക്കുക എന്നുള്ളത് ആ ഒരു സെൻസിലെടുക്കുക കേട്ടോ. Page of Wands, Strength, pile number 1 നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ പോസിബിൾ ആണോ അല്ലയോ. The Magician, okay. ആൻഡ് ഡെക്ക് വന്നിട്ടുള്ളത് വേണ്ടിയിട്ട് 2 of Cups. ഓക്കെ, ഇതൊക്കെയാണ് കാർഡ് സ്പ്രെഡ് പൈൽ നമ്പർ 1-ലുള്ളത്. നമുക്ക് ഡീറ്റെയിൽ റീഡിങ്ങിലേക്ക് പോകാം. പൈൽ നമ്പർ 1-ൻ്റെ റീഡിങ് നോക്കുമ്പോൾ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടൊരു തേർഡ് പാർട്ടി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ കുറേ പേരൊക്കെ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ബ്രേക്കപ്പിലോ ഇപ്പോൾ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു റീസൺ കൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ എന്തോ ആവാം, കരിയർ ആവാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആവാം, ഫാമിലി മെമ്പർ ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അങ്ങനെ എന്ത് തന്നെയായാലും ഒരു തേർഡ് പാർട്ടി പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയുടെ ഒരു എനർജി കുറച്ച് ഒന്ന് ഒരു ഇത്തിരി കൂടി നിൽക്കുന്ന സമയമാവാം, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയ ആ ഒരു ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇപ്പോൾ കരിയറൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ കമ്മിറ്റഡ് അല്ലെങ്കിൽ എൻഗേജ്ഡ് ഒക്കെ ആവേണ്ട ഒരു സിറ്റുവേഷൻ, ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഒരു ഹെൽപ്ലെസ് ആണെന്ന് പറയാം. അതിന്ന് വേറൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സമയത്തായിരിക്കണം ഈ ഒരു തേർഡ് പാർട്ടിക്ക് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒക്കെ നിങ്ങൾ തമ്മിലുള്ളതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഫിനാൻഷ്യൽ പ്രോബ്ലംസോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡീലിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ ബാങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നവരോ എന്തോ അങ്ങനെ ഒരു ഫിനാൻഷ്യലി എന്തോ കാര്യം കണക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലാവാം കേട്ടോ.
അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ നിൽക്കാനായിട്ട് റീസൺ ആയിട്ട് ഉണ്ടാവാം. ഒരു ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിലൊരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു മാനസിക അകൽച്ചയായിരിക്കാം കാണിക്കുന്നത്. അത് കുറച്ചധികമായിരിക്കാം ഈ ഒരു സമയത്ത്. അതുകൊണ്ടാണ് കുറച്ചൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷനായിട്ട് കാണിക്കുന്നുണ്ട്. ചിലരൊക്കെ അബ്രോഡ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ദൂരം നിങ്ങൾ തമ്മിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഫിസിക്കലി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ടാവാം ഈ ഒരു റീഡിങ് കാണുന്നതിൽ. നിങ്ങളുടെ ലൈഫിൽ റിസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുത്തേക്കുക. കുറച്ചൊരു ടഫ് സൈക്കിളായിട്ട് ഒരു ടഫ് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഒരു നോ കോണ്ടാക്റ്റിൽ വരിക അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിൽ വരിക എന്നൊന്നും നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇതിൽ ഒരു ഫീമെയിൽ ആയിട്ടുള്ള പേഴ്സൺ, ഇത് കാണുന്നതിൽ ഫീമെയിൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം കേട്ടോ കുറച്ച് കൂടുതൽ ഇത് എടുക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഇമോഷണലി അവർ കുറച്ച് വീക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നത് ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആവാം. അതെല്ലാം മെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, ഒരു ഫീമെയിൽ ആയിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഒരു ഇമോഷണൽ സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് വീക്കാണ്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാം. അവരാണ് കുറച്ചുകൂടി വീക്ക്. ഒരു മെയിൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇത് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. കുറച്ച് അവർ ഇമോഷണലി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കാം. അല്ലെങ്കിൽ ഇതൊന്ന് തരണം ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാനൊക്കെ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. മറ്റവർക്കെന്ന് പറഞ്ഞാൽ ഇത് അത്ര ഇങ്ങോട്ട് ഓവർകം ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ പോലെയൊക്കെയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ഇന്ന് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ പേര് കാണുന്നതുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ കുറച്ച് പേരെങ്കിലും കമ്മിറ്റഡ്, അല്ലെങ്കിൽ വേറെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. അതൊരു ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ്, സിബ്ലിങ്സ് അങ്ങനെയൊന്നും അല്ലാതെ ഇപ്പോൾ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആയിട്ട് നിൽക്കുക അങ്ങനെയുള്ളൊരു പൊസിഷനാണ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻഗേജ്ഡ് ആവാൻ പോകുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഓൾറെഡി വേറൊരു റിലേഷൻഷിപ്പ്, അതൊരു അഫെയർ അല്ല, അത് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ അതൊരു ഫാമിലി ആവാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പ്, അതായത് എൻഗേജ്ഡ് ആവാൻ പോവുകയോ കമ്മിറ്റഡ് ആവാൻ പോവുകയൊക്കെ നിൽക്കുന്ന, അങ്ങനെ എല്ലാ ഫാമിലി സപ്പോർട്ട് കൂടിയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതൊരു എന്താ പറയുക, ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആയിരിക്കും. നിങ്ങളുടെ മുമ്പും ഇങ്ങനെ തന്നെയായിരിക്കും, ഇതുപോലെ ഒരു ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ, ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, അതെല്ലാം ഒരു ക്രഷ് തോന്നുന്ന ആൾ, അല്ലെങ്കിൽ മോർ ദാൻ എ ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലും ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നതെന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ആൾ അതൊരു ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ കമ്മിറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കാര്യം, അല്ലെങ്കിൽ അതിലൊരു റിയൂണിയൻ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഓൺ ആൻഡ് ഓഫ് ആണ് ഉണ്ടാവും. അല്ലെങ്കിൽ അവരെ വീണ്ടും കോൺടാക്ട് ചെയ്യാനോ നിങ്ങളിലേക്ക് വീണ്ടും ഒരു തിരിച്ചു വരാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. ബട്ട് സ്റ്റിൽ അതിന് ഒരു സമയം കഴിഞ്ഞ് വീണ്ടും അത് ഇതുപോലെ തന്നെ ഒന്ന് ഓഫായി പോകും, പിന്നെയും അതൊന്ന് ഓൺ ആവും. ഇതിൻ്റെ പാസ്റ്റ് നോക്കിയാലും കുറേ പേർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നുണ്ടാവും. ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലുള്ളവർ മാത്രമല്ല, ഒരു റിലേഷൻഷിപ്പ് ഏത് തന്നെ ആയാലും കുറേ പേരൊക്കെ ഇതിനകത്തൊരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പാസ്റ്റിലും അങ്ങനെ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചറിലേക്കും അങ്ങനെ തന്നെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ഒരു റീയൂണിയൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പോസിബിൾ. ബട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു കോണ്ടാക്റ്റിലേക്കൊക്കെ വരിക, അല്ലെങ്കിൽ നിങ്ങൾ പഴയ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പഴയ ഒരു റിലേഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും അത് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും ലൈഫിൽ സിറ്റുവേഷൻസ് വന്ന്, തേർഡ് പാർട്ടി തന്നെ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നിട്ട് എന്തെങ്കിലും വഴക്കുകളൊക്കെ വന്നിട്ട് വീണ്ടും അതൊന്ന് ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു ഇത്തിരി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട്, കുറച്ച് അകന്ന് നിൽക്കുന്നതായിട്ട് വീണ്ടും കുറച്ച് സമയത്തേക്ക്. അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫീലിങ്സ് ഒക്കെ തന്നെ ആയിരിക്കണം ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സൈക്കിൾ വീണ്ടും വരുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതുപോലെ കൂടുതലും ഞാൻ ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ഒരു പേഴ്സണായിട്ട് നിൽക്കുന്നവർ, ഫാമിലി മെമ്പർ, പാരൻസ് എന്നല്ലാതെ റിലേഷൻഷിപ്പ് നല്ലൊരു പേഴ്സണായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ റിയൂണിയൻ പോസിബിൾ ആണ്. ബട്ട് സ്റ്റിൽ അത് വീണ്ടും ഇങ്ങനെ തന്നെ ആയി പോവും, വീണ്ടും അത് ഓണാവും, അങ്ങനെ കുറേ നാളത്തേക്ക് അങ്ങനെയൊക്കെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും, എല്ലാവരുടെ കാര്യമല്ല, ബട്ട് ഇറ്റ്സ് എ ജനറൽ റീഡിങ്, അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇത് കാണുന്നവരിൽ കുറച്ച് അങ്ങനെയുള്ളൊരു എനർജീസ് ഉള്ളവരുണ്ടായിരിക്കും. അങ്ങനെ കാർഡ്സ് അതിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ,
ഇനി വേറൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി എന്ന് തന്നെ പറയാം. ഇത് ഒരു ഒരു മാരേജ് ഇൻവോൾവ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഒരു മൈനോറിറ്റിയാണ് കേട്ടോ. കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ കാണുന്നതിൽ. അത് കമ്മിറ്റഡ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ വീഡിയോസും അങ്ങനെയുള്ളവരൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. വിഡോവേഴ്സ് അങ്ങനെയൊക്കെയുള്ളവരൊക്കെ കാണുന്നുണ്ടാവും. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർ അങ്ങനെയൊക്കെയുള്ളവർ കാണുന്നുണ്ടാവും. സോ അങ്ങനെയുള്ളവർ ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി നിൽക്കുന്നവർക്കാണ് ഇതൊരു ഓൺ ആൻഡ് ഓഫ്, അല്ലെങ്കിൽ അതിനൊരു ഒരു ബ്രൈറ്റ്നെസ് അധികം എന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ അത് ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് കംപ്ലീറ്റ്ലി ഉണ്ടായെന്നും പറയാൻ പറ്റില്ല കേട്ടോ. ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ അവിടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഉള്ളിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ബട്ട് അങ്ങനെ ലൈഫ് സിറ്റുവേഷൻസ് അതിന് സമ്മതിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരുടെയും ഭാഗത്തൊരു ഹെൽപ്ലെസ് സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ആ ഒരു കോണ്ടാക്റ്റ് ഒന്നും കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്ന് പറയേണ്ടി വരും. കുറേ ആൾക്കാർ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അതിൽ ഇൻവോൾവ് ആയി കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത്. സോ അത് അതിനനുസരിച്ച് തന്നെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. അത്ര ഒരു അനുയോജ്യമല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വളർത്താതിരിക്കാൻ ശ്രമിക്കണം അങ്ങനെയുള്ളവർ. കാരണം അത് നമ്മൾ മനസ്സിലിട്ട് വളർത്തിയിട്ട് അത് അവസാനം ഒന്നും നടക്കില്ല എന്നുള്ളൊരു കാര്യമാണെങ്കിൽ പിന്നെ അതിനെ ഒരുപാട് നമ്മൾ വെള്ളമൊഴിച്ച് വളർത്താൻ നിൽക്കരുത് അല്ലേ. അപ്പം അത് മുളയിലെ നുള്ളാനൊക്കെ ശ്രമിക്കുക അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി ഇതൊരു റിലേഷൻഷിപ്പ് സിംഗിൾ ആയിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഒരു ട്രൂ റിലേഷൻഷിപ്പ് ആണെന്നും വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. ജെന്യുവനായിട്ടൊരു ഹോപ്പുള്ള ലൈഫൊക്കെ കിട്ടുമെന്ന് തോന്നുന്ന അങ്ങനെയുള്ളവർ കുറച്ച് പേർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു നോ കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്ക് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു സഡൻ ചേഞ്ച് വരും എന്ന് പറയാം. പെട്ടെന്നായിരിക്കും, നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരിക്കില്ല. അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന് ശരിയായി എന്നൊക്കെ തോന്നില്ലേ. അങ്ങനെ ഒരു മജീഷ്യൻ കാർഡൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഒരു മാജിക് പോലെ പെട്ടെന്നൊരു റിയൂണിയൻ നിങ്ങൾക്കും പോസിബിളാണ്. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആവണമെന്നില്ല കേട്ടോ. ഇപ്പം അടുത്ത് തന്നെ ആണെന്നില്ല, കുറച്ച് സമയം എടുക്കുമായിരിക്കും. കുറച്ച് നിങ്ങൾ ഒന്നും കൂടെ എന്താ പറയുക, ഈ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ കുറച്ച് നാളും കൂടെയൊക്കെ പോവുക എന്നുള്ളത് ഒരു നിമിത്തമാണ്, ഒരു നിയോഗമാണ്. അത് ചിലർക്കൊക്കെ ഒരു കർമ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് പോകണവരെ അങ്ങനെ പോകേണ്ടി വരും. കുറച്ച് നാളും കൂടിയൊക്കെ നിങ്ങൾ ഇത്തിരിയും കൂടി ഒരു ടഫ് സൈക്കിൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവാം. ടഫ് സിറ്റുവേഷൻസൊക്കെ നിങ്ങളൊന്നും കൂടെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവാം. അപ്പോൾ പെട്ടെന്ന് ഒരു റിയൂണിയൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും റിയൂണിയൻ പോസിബിളാണ്. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള റിയൂണിയനും ആയിരിക്കും. അതായത് ഈ നിങ്ങൾ മുമ്പ് ഏറ്റവും ആദ്യമേ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴാണോ ആ ഒരു സമയത്തെ പോലത്തെ ഒരു റിലേഷനിലേക്ക് നിങ്ങൾ വീണ്ടും വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും അതൊരു മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ഫാമിലിയുടെയൊക്കെ ഒരു പെർമിഷൻ വെച്ചുകൊണ്ട് ഒരു മാരേജ് പോസിബിൾ ആവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, എൻഗേജ്മെൻ്റ് ഒക്കെ കഴിയുക. അല്ലെങ്കിൽ അത് ഒരു റിയൂണിയൻ എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി എന്നുള്ളതിലേക്ക് വരെ പോകുന്നവരൊക്കെ ഉള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. ബാക്കിയുള്ളവർക്കായാലും ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്യൂട്ടിഫുൾ പീരീഡ് എപ്പോഴായിരുന്നോ നിങ്ങളുടെ റിലേഷനിൽ ആ ഒരു ടൈമിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട്. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണത് പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. കുറച്ച് നാൾ നിങ്ങൾക്ക് ഈ ഒരു ടഫ്നെസ് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് നാളും കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ്റെ പേരിൽ കുറച്ച് വിഷമിക്കാൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. അപ്പോൾ അത് അങ്ങ് വിഷമിച്ച് ഇപ്പോഴേ തീർക്കുന്നതാണ് നല്ലത്. കാരണം ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വിഷമിക്കാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു സമയം അത് അങ്ങനെ കടന്നു പോയിക്കോട്ടെ. അത് നിങ്ങളുടെ ലൈഫിൽ അത് ഫേസ് ചെയ്യേണ്ടതാണെന്ന് വിചാരിക്കുക കേട്ടോ. പലരും എന്നെ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ റീഡിങ് എടുക്കാൻ വരുമ്പോഴൊക്കെ എന്താ പറയുക, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വേണം ആ പഴയ റിലേഷൻ എനിക്ക് വേണം, അപ്പോൾ എങ്ങനെയെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇടയിൽ പറയുവാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓൾറെഡി അത് ഉണ്ടാവും. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടുക കുറയ്ക്കാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഇതൊക്കെ മാറ്റി മറിക്കാനൊന്നും നമുക്ക് പറ്റില്ല അല്ലേ. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവാം, പലരും ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാവും എന്നൊക്കെ പറയുന്നവരുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനും പല മന്ത്രാസ് അതൊക്കെ വാങ്ങിക്കാനൊക്കെ പറയുന്ന അങ്ങനെ കുറേ പൈസ തട്ടിപ്പ് നടത്തുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത് ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്ത് തന്നെ ആയാലും ഉണ്ടാവും. അത് നിങ്ങൾ എങ്ങനെയൊക്കെ മാറ്റി മറിക്കാൻ ശ്രമിച്ചാലും അതൊക്കെ ഉണ്ടാവും. അതിൽ ചെറിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ചെറിയ മാറ്റങ്ങൾ. നമ്മളൊരു ആക്സിഡൻ്റ് ഒക്കെ നടക്കുമ്പോൾ പറയില്ലേ, കണ്ണിക്കൊള്ളാനുള്ള പുരികത്തി കൊണ്ടുവന്ന് പറയില്ലേ. അപ്പം അങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ മാത്രമേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അതിനാണ് മാനിഫെസ്റ്റേഷൻ, അങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും നമുക്ക് മെൻ്റലി നമ്മൾ കുറച്ച് കാമാവും. ഒരു മെഡിറ്റേഷൻ പോലെയൊക്കെയാണത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളെ നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാളുടെ മനസ്സ് മാറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ
നടത്തി കൊണ്ടുവരാനോ അതൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് എളുപ്പമാണ്, എല്ലാവർക്കും ഇതൊക്കെ ചെയ്താൽ പോരെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ മന്ത്രമൊക്കെ ചൊല്ലിയിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നടക്കില്ലേ അല്ലേ? എല്ലാവർക്കും ഈസിയാണ് അങ്ങനെയൊക്കെയുള്ള ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെയുള്ള ആൾക്കാരില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതൊക്കെ മാറുന്നുണ്ടെങ്കിൽ സുഖമല്ലേ. അപ്പം അങ്ങനെയുള്ളതിലൊന്നും നിങ്ങൾ ഒരുപാട് വിശ്വസിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അതൊക്കെ വെറുതെ നിങ്ങളുടെ പൈസ പോകുന്നല്ലാതെ വേറെ ഒരു കാര്യവും ഉണ്ടാവില്ല. അതൊരു സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇതെല്ലാം ചെയ്തിട്ടും ഒരു റിസൾട്ട് ഇല്ലാതാകുമ്പോഴാണ് മനസ്സിലാവുക. അപ്പം അങ്ങനെയുള്ള ഉള്ളതിലൊന്നും ചെന്ന് ചാടരുത്. ഇതൊക്കെ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നടക്കാൻ പോകുന്ന എന്തായാലും നടക്കുമെന്നുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ നടന്നേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അത് നേരത്തെ അറിയുമ്പോൾ ഒരു മെൻ്റലി നമ്മളിതൊക്കെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. അങ്ങനെ ഇതെല്ലാം വരും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊരു സമയമുണ്ട് നല്ലതാണ്, അല്ലെങ്കിൽ ഒരു മോശം സമയം വരുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മെൻ്റലി കുറച്ച് പ്രിപ്പയർഡ് ആവും അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇതിലേക്ക് തന്നെ വരാം, റീഡിങ്ങിലേക്ക് തന്നെ വരാം. അപ്പോൾ നിങ്ങളുടെ റീയൂണിയൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈൽ നമ്പർ 1 ചൂസ് ചെയ്ത വരെ കാര്യത്തിൽ റീയൂണിയൻ പോസിബിൾ ആണ്. ബട്ട് സ്ട്രോങ് തേർഡ് പാർട്ടിയാണ്. അത് നിങ്ങൾ എന്ത് തന്നെ ആയാലും ഈ ഒരു സമയത്ത്, അത് ഏതൊരു ഗ്രൂപ്പിനായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഹോൾഡ് ചെയ്യുന്നവരുടെ ഒരു എനർജി ഈ ഒരു സമയത്ത് കൂടുതലാണ്. അപ്പോൾ അതിൽ ചിലരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺ ആൻഡ് ഓഫിലൊക്കെ, അതായത് അവർ എനർജിയൊക്കെ കുറച്ച് കുറഞ്ഞ്, അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി എന്നുള്ളൊരു കാര്യത്തിൽ നിന്നുള്ള ആ ഒരു പ്രയർ ഇമ്പോർട്ടൻസ് അതൊന്ന് മാറ്റിയിട്ട് നിങ്ങളിലേക്ക് വരുന്നൊരു സമയം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ കോൺടാക്റ്റിലേക്ക് വരികയൊക്കെ ചെയ്യും. ചിലർക്ക് അതൊരു ഓൺ ആൻഡ് ഓഫ് ആയി പോകും, ചിലർക്ക് അത് കംപ്ലീറ്റ്ലി അതൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫുൾഫിൽമെൻ്റ് ഒക്കെ പോലെ, ഒരു മാജിക്ക് പോലെ വരുന്നവരുണ്ടാവാം. പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഇത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ റിലേഷൻ ഇനി ഒന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് അത്രയും നിങ്ങൾ നിങ്ങളുടെ എനർജി അത്രയും ട്രെയിൻ ആയിരിക്കുന്ന സമയത്താവും വരിക. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും ഫെഡപ്പ് ആയിരിക്കുന്ന സമയത്താവും പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു സൈൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക കേട്ടോ. അപ്പം അങ്ങനെ ഓൾറെഡി ചിലപ്പോൾ ചിലർക്കൊക്കെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവാം. അതില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കുമെന്ന് പറയാം. കുറച്ച് പെട്ടെന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ഒരു നല്ല സമയം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബെറ്റർ ടൈം വരുന്നുണ്ട് എന്ന് പറയാം കേട്ടോ. ഈ ബെറ്റർ ടൈം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നല്ല സമയം വരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി നല്ലതെന്നൊന്നും വിചാരിക്കും. എല്ലാ ലൈഫിലും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ഉണ്ടാവും. ജനറൽ കാര്യങ്ങളൊന്നും നമ്മളിങ്ങനെ പറയില്ല. ചെറിയ പ്രശ്നങ്ങളില്ലാത്ത ആരല്ല അല്ലേ റിലേഷൻഷിപ്പിലൊക്കെ. ഇത് വലിയ കോൺഫ്ലിക്റ്റും വലിയൊരു ബ്രേക്കപ്പിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടോ ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുക. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ബെറ്റർ ടൈം വന്നാലും അതിൻ്റെ ഇടയിലും ചെറിയ വഴക്കുകളും സൗന്ദര്യപ്പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ കടന്നു പോകുന്നു വിചാരിക്കുക കേട്ടോ. അപ്പോൾ പൈൽ നമ്പർ 1ൻ്റെ കാര്യത്തിൽ റീയൂണിയൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണെന്ന് തന്നെയാണ് കേട്ടോ പറയാനുള്ളത്. രണ്ട് ഗ്രൂപ്പിനായാലും, ഒരു 2 ഗ്രൂപ്പ് കാറ്റഗറി ആയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 2 പേർക്കായാലും അങ്ങനെ തന്നെയാണ്. ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞിരുന്നു കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും കുറച്ച് പേർക്കൊക്കെ അവർ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അങ്ങനെ ചിലരൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിരുന്നുണ്ടാവാം. അപ്പം അതും ഇത് പറഞ്ഞ പോലെ സമയമെടുക്കും. അധികം ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരാഴ്ച അടുത്ത ആഴ്ച ഒന്നും ആയിരിക്കണം എന്നില്ല. ബട്ട് സ്റ്റിൽ അവരതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാവലൊക്കെ പെട്ടെന്ന് അവർ വരാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ മീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അതൊരു ഈ ഒരു സമയത്തെ ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു കാര്യം, അതിനൊരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ അതിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ആയി പോയിരിക്കുകയാണ്. അത് പലതും ആവാം. ഫാമിലി സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സമയം ആയതുകൊണ്ടൊക്കെ ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ ഇത്തിരി ബിസി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ചേസ് ചെയ്യാൻ നിൽക്കണ്ട. അവരവരുടെ സമയം എടുക്കട്ടെ. കുറച്ച് ബിസി ആയിരിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം പേർപ്പസ്ഫുള്ളി ഒരു ബിസി ആവാനൊക്കെ ശ്രമിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. വേറെ എന്തൊക്കെയോ കാര്യത്തിൽ ഓടി നടക്കുന്നൊരു സമയം പോലെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം ഒന്ന് മാറട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടവർക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഇപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ സത്യത്തിൽ പേടിയാണ്. കാരണം നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫും കൂടെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കണം. അതായത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഹോപ്പുള്ള റിലേഷൻ ആണെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ഇത് ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഉള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് വെയിറ്റ് ചെയ്യാനൊന്നും ഇരിക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കുക. റീഡിങ് കേട്ടിട്ടല്ല, ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഡിസിഷൻ എടുക്കുക കേട്ടോ. സോ പൈൽ നമ്പർ 1 അതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹൈ, പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2ൻ്റെ റീഡിങ് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ റീയൂണിയൻ പോസിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 2, നിങ്ങളുടെ ലൈഫിൽ റീയൂണിയൻ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ്. സോ തിങ്ക് അബൌട്ട് യുവർ സിറ്റുവേഷൻ, തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. റീയൂണിയൻ പോസിബിൾ ഓർ നോട്ട്. പൈൽ നമ്പർ 2.
Page of Pentacles. Think about your situation. Pile number 2. Okay. King of Swords. Pile number 2. Think about your situation. Think about your person. King of Wands. നിങ്ങളുടെ ലൈഫിൽ റിയൂണിയൻ പോസിബിൾ ആണോ അല്ലയോ? പൈൽ നമ്പർ 2. 6 of Swords. Pile number 2, think about your situation. The Hierophant. Pile number 2, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആവാനായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. കുറേ കാർഡ്സൊക്കെ തിരിഞ്ഞ് മറന്നൊക്കെ ഇരിക്കുന്നുണ്ട്. നോക്കാം. Pile number 2, think about your situation. Ace of Cups. Pile number 2, reunion possible or not? Okay, the World. And the deck വന്നിട്ടുള്ളത് എന്താണ്? Okay, 7 of Wands. ഓക്കെ, പൈൽ നമ്പർ 2ൻ്റെ കാർഡ് സ്പ്രെഡ് ഇതൊക്കെയാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, പൈൽ നമ്പർ 2, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. പൈൽ നമ്പർ 2 വാച്ച് ചെയ്യുന്നവരിൽ ഒരു സെപ്പറേറ്റഡ് ആയിട്ട്, അതായത് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അത് ബ്രേക്കപ്പ് ആയിട്ട് ഇത് രണ്ടാമതൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കാം കാണുന്നത്. അത് നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പാസ്റ്റ് ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുണ്ടാവാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ്ഡ് അല്ലെങ്കിൽ വിഡോവർ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ലീഗലി അല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുക, അങ്ങനെയൊക്കെയുള്ളവർ ഇത് കാണുന്നുണ്ടാവാം എന്നുള്ള കാര്യം 100% ഉറപ്പാണ് കേട്ടോ. അങ്ങനെയുള്ള കുറേ കാർഡ്സ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ട് വീണ്ടും ഇതൊരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ട് വീണ്ടും ഇതൊരു ബ്രേക്കപ്പിലെത്തിയിട്ട് ഇത് രണ്ടാമതൊരു റിലേഷൻ അല്ലെങ്കിൽ വേറൊരു റിലേഷൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് കാണുന്നതെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഇനി പൈൽ നമ്പർ 2ൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വേറൊരു ഇതിനു മുമ്പ് പാസ്റ്റ് ലൈഫല്ല, ഇതിനു മുമ്പ് നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വളരെ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് കണ്ട് മുട്ടിയപ്പോൾ തന്നെ തൊട്ടേ എന്തോ ഒരു കണക്ഷൻ, അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് വളരെ ഒരു മനസ്സ് വായിക്കാനൊക്കെ പറ്റുന്ന പോലെ, അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു റിലേഷൻ ആയിരിക്കാം കേട്ടോ. ടെലിപ്പതിയൊക്കെ പോസിബിൾ ആയിട്ടുണ്ടാവാം. അതുപോലെ ഇത് ക്രഷൊക്കെ ഉള്ളവർക്കാണ് നിങ്ങളിത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരും നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, അവർക്കും ആ ഒരു ഇഷ്ടമുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് എന്തോ ഒരു സ്പെഷ്യൽ കണക്ഷൻ, എന്തോ ഒരു യൂണിവേഴ്സലി ഒരു കണക്റ്റഡ് ആക്കി നിങ്ങളെ വെച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഇതിനു മുമ്പ് നിങ്ങൾക്ക് എന്ത് തന്നെ റിലേഷൻഷിപ്സ് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു നിങ്ങളിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് സ്പെഷ്യൽ ആയിരിക്കാം. നിങ്ങളൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരിക്കും മേ ബി കാണുന്നുണ്ടാവുക. ആ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. ഓക്കെ, സോ അതൊക്കെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഒരു പ്യുവർ ആയിട്ടുള്ള റിലേഷൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ വളരെ ജെനുവിൻ ആയിട്ടൊക്കെയുള്ള റിലേഷൻഷിപ്പൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ലൈഫ് ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം, അത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. ചിലരൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എൻഗേജ്ഡ് കമ്മിറ്റഡ് മാരീഡൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ലൈഫ് ഉണ്ടോ എന്നൊക്കെ നമുക്കിപ്പോൾ ഇതിൽ പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്താലേ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ അത് അതിനനുസരിച്ച് എടുക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു ഹോപ്പുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, പൈൽ നമ്പർ 2 കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ കുറേ പേരും ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് ജേണിയിലുള്ള ആൾക്കാരാണ്. ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ എല്ലാവരും ട്വിൻ ഫ്ലെയിം അല്ല, ബട്ട് സ്റ്റിൽ ഇതിൽ ഒരു ചെറിയ പെർസെൻറ്റേജെങ്കിലും ട്വിൻ ഫ്ലെയിം ഉള്ളവരും ബാക്കി എല്ലാവരും തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ ഒരു 2 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇത് കാണുന്നതെന്ന് പറയുമ്പോൾ ഒരു സോൾമേറ്റ് എനർജി ഒക്കെ കൂടുതലുള്ളവരാണ്. അത് ഞാൻ പറഞ്ഞൊരു ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലാവാം അല്ലെങ്കിൽ ബ്രേക്കപ്പിലൊക്കെ എത്തി നിൽക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പം
അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ലേസി ആയിട്ട് നിൽക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ അവർക്കൊരു കിങ് എനർജിയാണ്. അവരായിട്ട് താഴ്ന്നു തരില്ല. നിങ്ങളായിട്ട് അവരുടെ അടുത്ത് താഴ്ന്നു അവർക്ക് അത്രയും തോന്നി കഴിഞ്ഞാലേ അവർ വിട്ടു തരുള്ളൂ എന്ന് പറയാം. അവരായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ അവരായിട്ടൊരു എഫേർട്ട് എടുക്കുന്ന ഒരാൾക്കാരല്ല. അത് ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും മെയിൽ ഓർ ഫീമെയിൽ, അത് ആര് തന്നെയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്നുണ്ടെങ്കിൽ അവർക്കൊരു കിങ് എനർജിയാണ്. അവരിത്തിരി രാജാവായിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരാണ്. അവരുടെ മനസ്സിൽ അങ്ങനെയാണ്. അപ്പോൾ അവർ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവരായിട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കുക, അല്ലെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും ചെയ്യുക, അതൊന്നും അവർ ചെയ്യില്ല. ആ ഒരു കിങ് എനർജി നിൽക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അവരുടെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു ലേസി മോഡും കൂടാണ്. ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അത് ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ, ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വരുന്ന പോലെ വരട്ടെ, അങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അവർക്ക് അറിയില്ല ഇനി എന്ത് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സമയത്ത് അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്തിരി ലേസി മോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന പോലെ പോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇനീഷ്യേറ്റീവ് പെട്ടെന്ന് ഉണ്ടാവും നമ്മൾ വിചാരിക്കേണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് കോൺടാക്ട് ചെയ്യുമായിരിക്കും, പക്ഷേ പെട്ടെന്നായിരിക്കില്ല. എന്നാൽ പോലും അവർക്ക് നിങ്ങളെ അത്രയും ഒരു സ്പെഷ്യൽ പേഴ്സണായിട്ട് തന്നെ വെച്ചിട്ടുള്ളതാണ്. ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അവർക്ക്. അതായത് നിങ്ങൾ അവരെ വിട്ട് പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വല്ലാതെ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ അവിടെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പ് എടുക്കാതെ അവരിങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ബ്രേക്കപ്പിലൊക്കെ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്പ് എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് ചെന്നാൽ പോലും അവരത്ര മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നാൽ അത് അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമില്ല. അവർ എത്രയും സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ അത്രയും വാല്യുബിളായിട്ടൊക്കെ കാണുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളെ ഒബ്സർവ് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പൊസസീവ്നെസ് ഒക്കെ അവർക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾ നോർമലായിട്ടൊക്കെ നടക്കുന്ന കാണുമ്പോൾ അവർക്കൊരു പൊസസീവ്നെസ് ഒക്കെ തോന്നുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ എങ്കിൽ പോലും ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരായിട്ട് ഒന്ന് വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താ പറയുക ഒന്ന് ശരിയാക്കാനൊന്നും അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് എന്നൊക്കെയല്ലേ, നോ കോൺടാക്ട് എന്നൊക്കെയുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യമായാലും നിങ്ങൾക്കൊരു ന്യൂ ലൈഫ് നിങ്ങൾക്ക് കിട്ടി എന്ന് തോന്നുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഇത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം ഇത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലും ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ കുറച്ച് ലേസിയാണ്. കുറച്ചൊക്കെ ലേസി, കുറച്ചൊക്കെ അവരുടെ സിറ്റുവേഷൻ കൊണ്ട് അവരെ ലേസി ആക്കി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ കേട്ടോ. എന്തൊക്കെയോ ലൈഫിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ചില സമയങ്ങൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവരായിട്ടൊന്നും ചെയ്യുന്നില്ല, എന്താണെന്ന് വെച്ചാൽ വരുന്ന പോലെ വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. സോ നമ്മുടെ ഇതിനകത്ത് ഒരു റീയൂണിയൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡിവൈൻ കണക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ കണക്റ്റഡ് ആക്കും. അത് നിങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവരായിട്ടൊന്നും ചെയ്യൂല. നിങ്ങളായിട്ട് എന്താ പറയുക ചേസ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റൊക്കെ ഒരു സമയം വരുമ്പോൾ ആവുന്നതെന്ന് വിശ്വസിക്കുക കേട്ടോ. ഇതിൽ ദേഷ്യം, വാശി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആയിരിക്കാം മറ്റുള്ളവരുടെ അടുത്ത് കുറച്ച് ദേഷ്യപ്പെടുക, വാശി കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്ത് തന്നെയായിരിക്കാം. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മേ ബി നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റിലെത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും. തെറ്റിദ്ധാരണകളായിരിക്കാം, മിസ്കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കാം. പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കാതെ വേറെ എന്തെങ്കിലും ഇതിലെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ വരിക. ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും, പക്ഷെ അതിനൊരു എനർജീസ് ഒന്നും കാണിക്കുന്നില്ല അധികം. ഉള്ളവരുണ്ടാവും തേർഡ് പാർട്ടി, ഒരു പേഴ്സണായിട്ട് തന്നെ ലൈഫിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് അതിന് അത്ര അധികം എനർജീസ് കാണിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിക്കുമായ ആ ഒരു പ്രയോറിറ്റി ഒന്നും ഈ ഒരു സമയത്ത് കൊടുക്കുന്നില്ല എന്തായാലും. അതുകൊണ്ട് മാത്രമല്ല നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. സോ അങ്ങനൊരു ആ തേർഡ് പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുള്ളൊരു വഴക്കുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അതിലൊന്നും നിങ്ങളുടെ ഈ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് അവർക്ക് അത്ര ഒരു ഇതൊന്നുമില്ല, ഒരു എന്താ പറയുക ആ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല. ഒരു സമയത്ത് പ്രത്യേകിച്ചും കാണിക്കുന്നില്ല. അപ്പോൾ ആവശ്യമില്ലാതെ വെറുതെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്തേക്ക് വലിച്ചഴിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതാ പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സെൻസിൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാനും ഒന്ന് ശ്രമിക്കുക. സംസാരം എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളത് ഇപ്പോൾ നോ കോൺടാക്റ്റിലാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തും സംസാരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ ദേഷ്യം, വാശിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുക ഒരു സമയത്ത് കേട്ടോ. നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഞാനീ പറഞ്ഞ പോലെ ഒരു റിയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന തന്നെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റാർട്ടൊക്കെ കാണിക്കുന്നുണ്ട് കുറേ പേരുടെ കാര്യത്തിലും. എല്ലാവർക്കും റെസനേറ്റ് ആവുമൊന്നുമില്ല എങ്കിൽ പോലും നിങ്ങൾക്ക്
ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷമങ്ങൾക്ക് യൂണിവേഴ്സായിട്ടൊരു ആൻസർ തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് കുറേ പേർക്കൊക്കെ. അത് നിങ്ങളുടെ ലൈഫിൽ വേറെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങളെ ഒന്ന് കെയർ ചെയ്യാനും ഒരു ഷെൽട്ടർ തരാനും വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അങ്ങനെ യൂണിവേഴ്സ് അത് തന്നിട്ട് തിരിച്ചെടുക്കും എന്ന് വിചാരിക്കേണ്ട. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റ് പേഴ്സൺ തന്നെയാണെന്ന് വിചാരിക്കുക. ഞാൻ എപ്പോഴും എടുത്തു പറയുന്നു, എല്ലാവരുടെ കാര്യവുമല്ല, ഇതിലൊരു ഹോപ്പ് ഉണ്ട്, ഒരു ജെനുവിൻ റിലേഷനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്താലേ നിങ്ങളുടെ കാര്യം അറിയുള്ളൂ. ഇത് ജനറൽ റീഡിംഗ് ആണ്, കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എടുത്തതൊരു കേട്ട് വിടാൻ വേണ്ടിയിട്ടുള്ള റീഡിങ്സ് ആണ് കേട്ടോ, യൂട്യൂബ് വീഡിയോസ് എല്ലാം. അല്ലാതെ ഇത് എടുത്ത് വെച്ച് വെക്കരുത്, അല്ലെങ്കിൽ എൻ്റെ പുറത്തൊരു ഡിസിഷൻ ഒന്നും എടുക്കരുത്, ജസ്റ്റ് കേട്ട് വിട്ടേക്കുക കേട്ടോ. ഫയൽ നമ്പർ 2നും റിയൂണിയൻ പോസിബിളാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശാന്തമായിട്ടൊരു കാം മൈൻഡായിട്ടിരിക്കുക, കുറച്ച് പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. നെഗറ്റിവിറ്റി കുറച്ചധികം ഉള്ള പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. ഒരു എന്താ പറയുക, ഓവർ തിങ്കിങ് ഒക്കെ, അനാവശ്യ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക കേട്ടോ. മെഡിറ്റേറ്റ് ചെയ്യുക, അതുപോലെ പ്രാർത്ഥിക്കുക, അതൊക്കെ കുറവായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഡിവൈനായിട്ടൊന്ന് എടുക്കാനും ഒരു സറണ്ടർ ടു ഡിവൈൻ എന്നൊക്കെ ഉള്ള പോലത്തെ ഒരു എനർജീസൊക്കെ ഒന്ന് വരുത്താനായിട്ട് ശ്രമിക്കുക. ഒന്ന് കാമാക്കുക, മൈൻഡ് ഒന്ന് ഹാപ്പി ആക്കുക, ഒന്ന് ചിരിക്കുക. കുറേ പേരൊക്കെ ചിരിക്കാൻ വരെ മറന്നുപോയിട്ടുണ്ടാവും, കരഞ്ഞിരിക്കുന്നവരുണ്ടാവാം. കരയുമ്പോഴും ഓവർ തിങ്ക്ഡാണ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷമത്തിലും അതാണ്, ഒരു ഹോപ്പ് വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞു, ഇത് പോയി, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വിട്ടിട്ട് കുറച്ചൊന്ന് ഹോപ്പ് വരാൻ നോക്കുക. നല്ലതാണ്, അല്ലെങ്കിൽ ഇത് വരും, ഇത് ശരിയാണ്, ഇത് റൈറ്റ് പേഴ്സൺ ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ, ജെനുവിൻ റിലേഷൻ ആണെങ്കിൽ മാത്രം അത് അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. ആവശ്യമില്ലാത്ത ചിന്തകൾ വേണ്ട. നിങ്ങളായിട്ട് മെനഞ്ഞെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊന്നും വേണ്ട. അങ്ങനെയൊന്നും ഇല്ല. അതിനൊരു ജെനുവിൻ പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ വിശ്വസിക്കാൻ പാടുള്ളൂ. അല്ലാതെ ജസ്റ്റ് കണ്ടതും കേട്ടതും ഒന്നും ഇതാക്കരുത്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടതോ അങ്ങനെയൊന്നും വിശ്വസിക്കരുത്. നിങ്ങളായിട്ട് നിങ്ങൾക്ക് അത്രയും ബോധ്യമായ കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടും ഇരിക്കുക. നിങ്ങൾ തമ്മിൽ റിയൂണിയൻ പോസിബിളാണ്. അത് ഒരു യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ യൂണിയൻ ആക്കും, റിയൂണിയനിലേക്ക് വരുത്തുമെന്ന് തന്നെ വിശ്വസിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇത് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ അത് കാണുന്നു. ഫയൽ നമ്പർ 2 ചൂസ് ചെയ്തിട്ടുള്ളവർ വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു ബ്ലെസ്സിങ് ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ ഇത്തിരി വട്ടം കറക്കിയാലും നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ആ ഒരു ഷെൽട്ടർ നിങ്ങൾക്ക് ഉണ്ട് എപ്പോഴും. അപ്പോൾ അത് എന്തായാലും ഉണ്ടാവും. അത് അങ്ങനെയൊന്നും പോകുന്ന ഒരു കാര്യമല്ല കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റ്ഫുൾ ആവേണ്ടതാണ്. നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുന്നതിന് പകരം എനിക്ക് എന്താ ഇങ്ങനെയെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്, ഗ്രേറ്റ്ഫുൾ ആവുക വേണ്ടത്. അപ്പോൾ ആ ഒരു സമയം ഈ ഒരു സമയം ഇത്തിരി പൊട്ട സമയമായിട്ട് വിചാരിച്ചിട്ട് നല്ല സമയം ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി, അല്ലെങ്കിൽ അതൊന്ന് വെയിറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിരിക്കാൻ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഫയൽ നമ്പർ 2. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിങ് അതാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.